ാണ് ഈ വചന കൂടാരത്തിൽ ഇതിനു വേണ്ടിയിട്ട് കാണിച്ചു കൊടുത്ത മാതിരി കുശവൻ ആ പാത്രം പണിയുന്ന പോലെ നമ്മളെ ഇവിടെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം മാവേലി അവിടെ ഒന്ന് പാതാളത്തിൽ വരുന്ന ആളെ കാത്തിരിക്കുകയാണ് ഇത്. ഇപ്പൊ നമ്മൾ കാണുന്നത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന മാവേലിനെയാണ് കാണുന്നത്. വീഡിയോയിലൊക്കെ കാണുന്ന ഹെലികോപ്റ്ററിൽ മാവേലി വന്നിറങ്ങുന്നു. അവർക്ക് മനസ്സിലായി പാതാളത്തിൽ വന്നവനെല്ല മേലേന്നാ വരുന്നതെന്നുള്ള മനസ്സിലായി തുടങ്ങി. നമ്മുടെ ആളുകൾ എവിടെ വരുന്നത് ആകാശമേഖലകളിൽ വരും. ആ കർത്താവിനെ കാത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ നാം ലോകത്തോടും കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുന്നത്. ബാലശിക്ഷ നമുക്കുള്ളതാണ്, മക്കൾക്കുള്ളതാണ്. ഓരോ അവസ്ഥകളിലൂടെ നമ്മളെ കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടാണ്. മൺപാത്രം ഉണ്ടാക്കിയിട്ട് തീച്ചുള്ളിലൂടെ കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടാണ്. അത് മഴയ്ക്കിരുന്ന് നനഞ്ഞു പോകരുത്, ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ തീച്ചുള്ളിലൂടെ കടത്തിവിട്ട് നമ്മളെ പല അവസ്ഥകളിലൂടെ കടത്തിവിട്ട്. ഞാൻ ഈ ഇവിടെ പുലിയോത്ത് ബസ്സിലെ വരുമ്പോൾ നിറകണ്ണുമായിട്ട് കടന്നു വന്നവനാണ്. എന്നോട് കർത്താവ് വന്നവരുടെ മുമ്പേ അവന്റെ രാജ്യം നീതി അന്വേഷിക്കാൻ എന്നാൽ പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ചെറുവല്ല എനിക്ക് നോക്കിയപ്പോൾ വന്ന വ്യത്യാസങ്ങൾ ഞാൻ അനുഭവത്തിൽ ഞാൻ കണ്ടറിഞ്ഞു. അന്നൊരു ഭവനമില്ലായിരുന്നു, ചെറുപിടിച്ചെറുപ്പിടായിരുന്നു. അതിൽ നിന്നൊരു വീട് തന്നു. ഇപ്പൊ ഒരു വാഹനമായിട്ടുള്ള വരാൻ കഴിഞ്ഞു. ഇതൊന്നുമല്ല, ഈ ലോകത്തെ നമ്മളൊന്നുമല്ല. ഇതെല്ലാം നമ്മൾ വിട്ടേച്ചു പോകേണ്ട കാര്യങ്ങൾ. അതിനപ്പുറം നമുക്ക് എന്താണ് കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ ചേർക്കപ്പെടണം, എടുക്കപ്പെടണം. ഇന്ന് ഈ ലോകം മൊത്തം ഓണാഘോഷിക്കുന്നവരിൽ ഒരാൾ പോലും എടുക്കപ്പെടുമോ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ഒരു അധികാരമുണ്ടോ? ആ അധികാരം കിട്ടിയോണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളെ ഇവിടുന്ന് പറഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മുമ്പേ അവന്റെ രാജ്യം നീതി അന്വേഷിക്കണം. നമ്മൾ മറ്റൊന്നിലേക്ക് നോക്കരുത്. നോട്ടം ലക്ഷ്യം എങ്ങോട്ടായിരിക്കണം? കർത്താവിന്റെ നോട്ടേക്കാണെങ്കിൽ നമ്മൾ വഴിക്ക് പതട്ട് നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ വീഴുന്നുള്ളത് നമ്മൾ വീഴുന്നുള്ള കർത്താവിനെ അറിയുന്നവരാണ്. കർത്താവിനെ പറയുന്നത് കലങ്ങി പോകരുത്, ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. വാതിലടച്ചിരിക്കുക, യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കാൻ നടുവിൽ വന്നുകൊണ്ട് സമാധാനം തന്ന യേശുവിന്റെ മുമ്പാകെ നമ്മൾ നിൽക്കുന്നത്. ജീവിതത്തിൽ ഓരോ വിഷയങ്ങളും നമുക്ക് വിശ്വാസികൾ അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാകുന്നു. ഒന്ന് കഴിയുമ്പോൾ വിചാരിക്കുന്നല്ലോ, ഒന്നിനു പുറകെ ഓരോ നമുക്ക് വിശ്വാസികൾക്കുള്ളതാണ്. എന്തിനാ? ലോകത്തോടും കൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതുകൊണ്ട് നല്ല വചനങ്ങളെല്ലാം അതുപോലെ കേട്ടു ഇനി കേൾക്കാനിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഞാൻ ഒരു വചനം 1 തെസ്സലോനിക്കർ 2:13. 1 തെസ്സലോനിക്കർ 2:13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളെ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യണം? ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. ഇപ്പൊ ഇവിടെ പറഞ്ഞ വചനങ്ങളെല്ലാം നമ്മൾ കേട്ടു. അത് മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളെ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കേട്ട് ഇരുന്നിട്ട് ചേമ്പലയിൽ വെള്ളം ഒഴിക്കുന്നവരായിട്ട് കാര്യമുണ്ടോ? അത് വീട് പോകുള്ളൂ. അതേസമയം നമ്മൾ വിശ്വസിക്കുന്നവരിൽ വിശ്വസിച്ചാൽ അതെന്തായി പരിഗണിക്കും? വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും. കഥാപാത്രത്തിരിക്കുന്ന എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം അതെന്തായി വരില്ല എന്ന് പറഞ്ഞാൽ വെറുതെ മടങ്ങി വരില്ല, ക്രിയ ചെയ്തിട്ടല്ലാതെ മടങ്ങി വരില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വീടിന്റെ അടുത്ത് ക്യാൻസറായിട്ട് വേദന സഹിക്കാൻ പറ്റാതെ എന്റെ പ്രായമില്ലാത്ത ചെറുപ്പക്കാരൻ വരുന്നു. പ്രാർത്ഥനാ സേവൻ രാവിലെ രാത്രി ആശുപത്രി കൊണ്ടുവന്നു. വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാനന്തവാടി സഭയും ബത്തേരി സഭയിലും എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ആ മനുഷ്യന് വ്യക്തിക്കുണ്ടായ വ്യത്യാസം കണ്ടു, സംസാരിക്കാൻ തുടങ്ങി. അത്രയൊരു വ്യത്യാസം കണ്ടു. അത് കഴിഞ്ഞ് അയൽപക്കത്തുള്ള ഒരു പെണ്ണ് കവലിൽ നിന്ന് വരുമ്പോൾ ആ പെണ്ണിനോട് വേറെ ഒരു വീട്ടുകാരി ചോദിച്ചു, തെനേരിപ്പള്ളിയിലാണ് കുർബാന ഇടിച്ചെന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ ദൈവം സൗഖ്യം കൊടുത്തത് അവിടെ എന്തായി തീരാണ്? ആരോ തെനേരി പള്ളിയിൽ. അപ്പൊ ഞാൻ ഇത്രയും എന്താ ഈ കുർബാനയിലെങ്കിലും പരിപാടിയൊന്നും ഇല്ലായിരുന്നോ? ഇത്രയും അവസ്ഥയായിട്ട് അയൽപക്കത്തൊരു മനുഷ്യൻ മരിച്ചുപോയി. ആ മനുഷ്യന് വേണ്ടി കുർബാന ഇരിക്കാൻ ആരും ഇല്ലായിരുന്നു എന്ന് ചോദിച്ചു. ആരെ മഹത്വം എടുക്കുന്നത്? സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത്. നമ്മളിതൊന്നും നോക്കരുത്. നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് മനസ്സത് യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്റെ സ്ഥിതിക്ക് മാറ്റം വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഇടയിൽ നിന്ന്
ഇതാവാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉപ്പ് എന്തോരം വേണം? കരക്ക് അല്പം മതി. എല്ലായിടത്തും ഉപ്പില്ലെങ്കിൽ രുചി ഉണ്ടാവുമോ? അപ്പൊ ആ രുചി വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ ആക്കി വെച്ചിട്ട്. ചെറിയ കൂട്ടങ്ങളുണ്ടാവും. നമ്മൾ ഓരോ ദേശത്തും പല ഭാഗത്തായിരിക്കും നമ്മളോട് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. നമ്മളുടെ ആത്മാവിന്റെ നിറവിലായി കഴിഞ്ഞ് നമുക്ക് കിട്ടിയ വെളിച്ചം നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് പകരപ്പെടണം. നമ്മൾ പലപ്പോഴും വചനം പറയാൻ പലപ്പോഴും മറന്നുപോകണം. കഴിഞ്ഞ ആഴ്ച ഞാൻ മാനന്തവാടിക്ക് പോകുന്ന സമയത്ത് വണ്ടി കൊണ്ട് പോകുമ്പോൾ മോനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം ശിവക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്ന് അവിടുത്തെ അമ്പലത്തിന്റെ ഒരു പൂജാരി വരെ നിൽക്കുന്ന പുള്ളിക്കാരനും ഭാര്യയും കൂടി വണ്ടി നിർത്തി കയറ്റി മീനങ്ങാടി എത്താനായി ചോദിച്ചു, എങ്ങോട്ടാ ചോദിച്ചു. മാനന്തവാടിക്കാണ് പറഞ്ഞു. അപ്പൊ എനിക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷമായി. ഒരാളെ നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറ്റി കിട്ടിയില്ലോ. വീട്ടിൽ പോയി പറയാതെ വണ്ടിയുടെ ഉള്ളിൽ കിട്ടി. അപ്പത്തേ മോനത് ഉറപ്പായി. മോൻ വേറെ പാട്ട് വെച്ച് പോരാന്നുള്ള രീതിക്കുമ്പോൾ ഞാൻ എന്താക്കി, പൂജാരി കർത്താവിനെ അറിഞ്ഞ സാക്ഷി ഞാൻ വെച്ചു കൊടുത്തു. അപ്പം മോൻ അതിന്റെ ഇതിന്റെ വണ്ടിയിലെ സ്പീഡ് കുറച്ച് വിട്ടു. ഞാൻ ചോദിച്ചു, സാറില്ല, സ്പീഡ് കുറച്ച് വിട്ടെ, അതുവരെ അവർക്ക് അത്രയും കേൾക്കാലോ എന്ന് വിചാരിച്ചു. മാനന്തവാടി എത്തുന്നവരെ അവരാ ദൈവജനം ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ മൊബൈലിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ വൈകുന്നേരം ആ നമ്പർ ചോദിച്ചിറങ്ങുന്നത് നമ്പർ തന്നു. അപ്പൊ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇവരെ വിളിച്ച് പറഞ്ഞ വചനം അതൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. രണ്ടുപേരും ഏക സ്ഥലത്തിൽ ഒരു ശിവക്ഷേത്രത്തിലെ രണ്ടുപേരുമാണെന്ന് അറിയിക്കണം. അവർ പറയാണ് ഞങ്ങൾക്ക് നല്ല താല്പര്യം. അപ്പൊ ഞാൻ വാട്സപ്പിൽ ഇട്ട് കൊടുത്തിട്ട് അവർക്ക് തുറക്കാൻ പറ്റുന്നില്ല. കാരണം ഫേസ്ബുക്കില്ലാത്തതുകൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല. കാരണം വരുമ്പോൾ വീട്ടിൽ വരണം. നമ്മൾ വിചാരിക്കുന്നവരല്ല, കർത്താവ് കണ്ടിട്ടുള്ളവര് പൂജാരിയല്ല, മുസ്ലിംമാരല്ല, ആരെയും ദൈവം കണ്ടിട്ടുള്ളവര് അറിയിക്കുന്ന ചുമതല ആരാ? നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കർത്താവ് ദൈവത്തിന്റെ വലതുഭാഗത്ത് പോയിരുന്നു. അവർ പുറപ്പെട്ടു. ആര്? ശിഷ്യന്മാർ പുറപ്പെട്ടു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. അവരാൽ നടന്ന അടയാളങ്ങളാലും അത്ഭുതങ്ങളാൽ എന്ത് ചെയ്തു? വചനത്തെ ഉറപ്പിച്ചു പോന്നു എന്നാണ് പറഞ്ഞത്. ആ വചനത്തെ ഉറപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പുറപ്പെടണം. പക്ഷെ നമ്മൾ എന്തിനു തയ്യാറല്ല. നമ്മളല്ല, ഞാൻ പുറപ്പെടുന്നില്ല. നമ്മൾ ഇനിയുള്ള സമയം കർത്താവിന്റെ വരവ് പടിവാതിക്കലെത്തി. ഇതിനുള്ള സമയം നമ്മൾ കിട്ടിയിരിക്കുന്നത് നമ്മളിൽ മറ്റുള്ളവരിലേക്ക് കത്തിച്ചു കൊടുക്കാൻ നമ്മൾ നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. സുവിശേഷ കർത്താവ് പോകുന്നത് ഒന്നേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ഭൂലോകത്തിനും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന ശിക്ഷിക്കപ്പെടും. ഒപ്പം തന്നെ എഴുതിയിരിക്കുന്നത് എന്താണ്? വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. അപ്പം ആ കർത്താവ് പറഞ്ഞിട്ടുള്ളത്. കാനാവിലെ കല്യാണം ഇരുന്നതിൽ അമ്മ എന്ത് പറഞ്ഞു? അവൻ വല്ലതും കേൾപ്പിച്ചാൽ അത് ചെയ്യാൻ പറഞ്ഞു. അത് കൽപ്പിച്ചാൽ ചെയ്യുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ അനുഭവത്തിലുള്ളവർ മാത്രമാണ്. അവനെ കേൾക്കുന്നവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുന്നത്? യേശുവിനെ പ്രസവിച്ച അമ്മ പറയുന്ന അക്ഷരപ്രതി അനുസരിക്കുന്നത്. അവൻ വല്ലതും കൽപ്പിച്ചാൽ ചെയ്യാൻ പറഞ്ഞു. നമ്മളെന്ത് പറഞ്ഞു? കർത്താവ് എന്ന് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ട് അകൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുക, തക്കവണ്ണം സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുന്നതാണ്. ക്രിസ്ത്യാനിയാക്കാനല്ല, സകല ശിഷ്യത്തിലേക്ക് കൊണ്ടുവരാനാണ്. യേശു ജനിക്കാൻ നിർത്താട്ടന്മാരോട് പറഞ്ഞ് സകല ജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നതാണ്. ആ മഹാസന്തോഷം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ ആട്ടിടന്മാരോട് കൂടി ദൈവത്തെ പൂർത്തി എങ്ങനെയാ? അത്യുന്നതനായ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സല്ല ദൈവപ്രസാദം. നമ്മുടെ സ്വയം മനസ്സുകൊണ്ട് നമുക്ക് സമാധാനം കിട്ടുമോ? കിട്ടൂല. ഭൂമിയിൽ സന്മനസ്സല്ല ദൈവപ്രസാദമുള്ളവർക്ക്. ആ ദൈവപ്രസാദം എനിക്ക് ലഭിച്ചുകൊണ്ടാണ് ഈ ഇരിക്കുന്ന എല്ലാവരിലേക്കാൾ കൂടുതൽ എനിക്ക് സമാധാനമുള്ളത്. ഞാൻ ഉറച്ചു പറയാൻ, എനിക്ക് യാതൊരു വചനം വെച്ച് പറയാൻ മടിയില്ല. ഈ ഇരുന്നവരിലേക്കാൾ കൂടുതൽ കടബാധ്യത എനിക്കുണ്ടായിരുന്നു. അത്രയും കൂടുതൽ എനിക്ക് എന്ത് തോന്നുന്നു? മനസമാധാനം ആര് തന്നു? കർത്താവ് തന്നു. അത് ചങ്കൂറ്റത്തോടെ തന്നെ പറയുന്നുണ്ട്. ഞാനിവിടെ ബസ്സിൽ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അത് വരച്ചുകൊണ്ട് ഒരാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അങ്ങനെ വന്ന എന്നെ കർത്താവ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ, വചനം പറയുന്നവരുടെ മൈക്ക് പിടിച്ചിട്ട് ഞാൻ ചോദിച്ചതാണ്, നിങ്ങൾ നിർത്തോ ഞാൻ നിർത്തിക്കണമെന്ന് ചോദിച്ച വ്യക്തിയാണ് ഞാൻ. അന്ന് മദ്യപിച്ചിട്ട് അവരുടെ മൈക്കിൽ കയറി പിടിച്ചിട്ട് അതേ മൈക്ക് പിടിച്ചിട്ട് തിരുവമ്പാടിക്ക് എന്നെ വിട്ടു. തിരുവമ്പാടി മാനന്തവാടി തെരുക്ക് ഭാഷയുടെ ശുശ്രൂഷയിൽ അങ്ങനെ പോകുന്നു. കർത്താവ് എന്ത് ചെയ്യണം? നമ്മൾ കേട്ട വചനങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്ന പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ
ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ മുമ്പേ രാജ്യം നീതി അന്വേഷിച്ച് എന്ത് ചെയ്യും? നന്മയും കരുണയും നീതി ആയുഷ്കാലം എല്ലാം പിന്തുടരും. നമ്മൾ അന്വേഷിച്ചു പോകണം, ഒരു കാര്യത്തിൽ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. രണ്ട് രാജാക്കന്മാർ 4 അധ്യായത്തില് ഒരു പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവരോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങൾ പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു. ഉള്ളവരെ വിട്ടു ചെന്ന് തന്റെ മക്കളോട് കൂടെ അകത്ത് കിടന്ന് വാതിലടച്ചു. അവർ അവരുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകളോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിക്കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിക്കുക എന്ന് പറഞ്ഞു. ഈ ഒരു ഇതില് ആ വചനം പറഞ്ഞ അക്ഷരം പ്രതി അനുസരിക്കുകയാണ് ചെയ്യുന്നത്. അതേപടി എന്ത് ചെയ്തു? ഉള്ളതിനെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതായിട്ടൂടെ കാണുന്നു. എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പുകൊണ്ട്. ആദ്യം എന്ത് ചെയ്യണം? ആ പ്രവാചകൻ പറഞ്ഞത് അനുസരിക്കണം. ആദ്യം എന്ത് ചെയ്യണം? കടം വീട്ടണം. ശേഷിപ്പുകൊണ്ട് ഉപജീവനം കഴിക്കണം. നമ്മൾ ആദ്യം നമ്മുടെ ഉപജീവനത്തിന്റെ കാര്യമല്ല നോക്കേണ്ടത്. ഇവിടെ കടം വീട്ടാൻ പറഞ്ഞു. അതിനുള്ള അവസരം ആരും ഒരുക്കി കൊടുക്കുന്നുണ്ട്? കർത്താവ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആരുടെ വാക്കനുസരിക്കണം? അവന്റെ വാക്കനുസരിച്ച്. പത്രോസ് എന്ത് ചെയ്തു? നാളെ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. ആ വാക്കിന് വലയിറക്കിയിട്ട് എന്ത് ചെയ്തു? പെരുത്ത മീൻകൂട്ടം കിട്ടി. അപ്പൊ നമ്മളും കർത്താവിന്റെ വചനം നമ്മളോട് മറ്റുള്ളവർക്ക് പറയുന്നു. ആ വചനം നമ്മൾ കേട്ട് അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ, ഇത് സത്യവേദ പുസ്തകമാണെങ്കിൽ ഇതിൽ ഏത് വചനം വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പരിഗണിക്കുക തന്നെ ചെയ്യും. കടബാധ്യത ഉണ്ടാക്കിയാൽ എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ തലത്തിലത്തോടെ ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തിരുന്ന ദൈവവചനമാണെങ്കിൽ പൂർണ്ണമായി തന്നെ എന്ത് ചെയ്യും? തീർത്ത് തന്നിരിക്കും. അതിന്റെ സാക്ഷ്യമായിട്ടാണ് ഞാൻ ഇവിടെ വെക്കുന്നത്. ആരെങ്കിലും കടബാധ്യതയായിട്ട് ഇവിടെ താഴ്ന്നവർ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, ഏത് പ്രയാസങ്ങളും ബുദ്ധിമുട്ട് എന്തുണ്ടെങ്കിലും അതങ്ങനെ തന്നെ സംബന്ധിച്ച്, മക്കളില്ലായ്മ, വീടില്ലാതെ, ഏതവസ്ഥയിലും എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ അത് യേശുവിന്റെ സന്നിധിയിൽ എന്തുണ്ട്? അതിന് പരിഹാരമുണ്ട്. എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നാണ്. അപ്പൊ ആരുടെ വാക്കിന്? കർത്താവിന്റെ വാക്കിന് വലയിറക്കിയപ്പോ വല നിറയെ പെരുത്ത മീൻകൂട്ടം കിട്ടിയാൽ മീൻകൂട്ടം വിറ്റ് പൈസയാക്കാൻ നിന്നിട്ട് എന്ത് ചെയ്തു? വള്ളവും വലയും ഉപേക്ഷിച്ച് കർത്താവിനോടൊപ്പം ചേർന്നു. ഇത് ഓരോരുത്തരും കടന്ന് മുടന്നാൽ ചാടി എഴുന്നേറ്റ് എന്ത് ചെയ്തു? ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് അവരുടെ കൂടെ കൂടി. അതുപോലെ നമ്മൾ ഓരോരുത്തരെയും അതിനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നല്ല ദൈവമേ, ജീവിക്കുന്ന ദൈവമേ, സത്യദൈവമേ, കർത്താവെ, ഞങ്ങളിവിടെ കേട്ട വചനങ്ങളെല്ലാം കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറഞ്ഞവരെയും കേട്ട ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനി പറയാനുള്ളവരിൽ നിന്ന് കർത്താവെ ഞങ്ങൾക്ക് ആവശ്യമായ സത്യവചനം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് മാറ്റം വരുത്താൻ ആവശ്യമായ മേഖലകൾ കർത്താവെ ഞങ്ങളോട് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അശുദ്ധി എല്ലാം മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുന്ന വചനപ്രകാരം ഞങ്ങൾ വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യത ഞങ്ങൾക്ക് ആർക്കും നഷ്ടപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയാണ് ഈ പടർന്ന കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന സ്തോത്ര യേശുവിന്റെ നാമത്തിൽ തന്നെ.